പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഹല്ലേലൂയ സ്തോത്രം ഏപ്രിൽ മാസം 16-ാം തീയതി സ്തോത്രം വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? എൻ്റെ അപ്പയാ കാത്തു പരിപാലിച്ചത്, സർവശക്തനായ ദൈവമാണ് കഴിഞ്ഞ പകൽക്കാലം എന്നെ കാത്തു പരിപാലിച്ചതെന്ന് ബോധ്യമുള്ളവർ നിങ്ങളുടെ കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, ഞങ്ങളുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ചതിന് സ്തോത്രം, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തിയതിന് സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്നല്ലോ, അതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം, ഞങ്ങളെ ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം, സ്വർഗീയ നന്മകൾ കൊണ്ട് ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ സമാധാനം താൻ ഇന്നത്തെ പകൽക്കാലം നിറയ്ക്കുകയും അങ്ങയുടെ കൃപയും സമാധാനവും ഞങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ യേശുവിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. 138-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ കർത്താവിനെ കീർത്തിക്കും. ഞാൻ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ നാമത്തിന് മീതെയൊക്കെയും കർത്താവ് തൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ കർത്താവ് എനിക്ക് ഉത്തരം നൽകി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയുടെ വചനം കേൾക്കുവാനൊക്കെ ഞങ്ങൾക്കൊരു പ്രിവിലേജൂടെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ തന്നിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പം ഞങ്ങൾ ഇന്നായിരിക്കുന്നത് അങ്ങയുടെ കൃപയാലാണ്. അപ്പം ഞങ്ങളിന്ന് ജീവനോടിരിക്കുന്നത് അങ്ങയുടെ കൃപയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതം ഞങ്ങൾക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാകിയാൽ സ്തോത്രം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ മോർണിംഗ് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ എവിടെ നിന്ന് കേൾക്കുകയാണെങ്കിലും, ഏത് സമയത്താണ് കേൾക്കുന്നതെങ്കിലും, കർത്താവെ, ഇത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവകൃപയും ദൈവിക സമാധാനവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വർദ്ധിച്ചു വരട്ടെ. കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഇവരുടെ സ്വർഗീയ നന്മകളാൽ എൻ്റെ കുഞ്ഞുങ്ങൾ നിറയപ്പെടുവാനും അവരുടെ അഭിവൃദ്ധി പ്രസിദ്ധമായി തീരുവാനും ഇടവരണം. ഇവർ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകിയാൽ സ്തോത്രം. ഞാനിവരെ നോക്കി അനുഗ്രഹിക്കുമ്പോൾ ഇവരുടെ സമാധാനം വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ സന്തോഷം വർദ്ധിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശുദ്ധി വർദ്ധിക്കട്ടെ. ആമേൻ. കർത്താവേ, ഇവരുടെ മേലുള്ള ദൈവിക സ്നേഹം വർദ്ധിക്കട്ടെ, ഇവർക്ക് അന്യോന്യമുള്ള സ്നേഹവും വർദ്ധിക്കട്ടെ. ആമേൻ. ശാരീരികമായ എല്ലാ ക്ഷീണങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ ഇവർക്ക് കർത്താവെ സ്പിരിച്വലി ഒരു അഭിവൃദ്ധി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം, മെൻ്റലി അഭിവൃദ്ധി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം, ഫിസിക്കലി അഭിവൃദ്ധി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം, ഫൈനാൻഷ്യലി അഭിവൃദ്ധി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം, ബന്ധങ്ങളിൽ അഭിവൃദ്ധി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളിലും കൂട്ടായിട്ടിരിക്കണം. കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കണം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവരെ അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. കർത്താവെ, നാളത്തെ സഭായോഗത്തെ അസാധാരണമാക്കി തീർക്കുന്ന അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ നമ്മുടെ നടന്ന സ്പെഷ്യൽ മീറ്റിങ്ങുകളെ കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ കൃപയാൽ ജനം കടന്നു വരുവാനും ആമേൻ, കർത്താവിൻ്റെ കൃപയാൽ ദൈവവചനം സ്വീകരിക്കുവാനും ഒക്കെ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് വരുവാൻ താമസിച്ച നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ സംബന്ധിക്കണം. ഇന്നത്തെ പകൽക്കാലം നാളത്തെ സഭായോഗത്തിന് വേണ്ടി വലിയ പ്രതീക്ഷയും പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിലുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ജനം ഒഴുകി വരുവാൻ കാരണമാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അവിടെ പറയുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ദുർനടപ്പ് ഉണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി ജീവിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞ് ബട്ട് ബി ഫിൽഡ് വിത്ത് സ്പിരിറ്റ്. അതൊരു ഓപ്ഷനായിട്ടല്ല പറയുന്നത്, അതൊരു കമാൻഡായിട്ടാണ് പറയുന്നത്. ബട്ട് ബി ഫിൽഡ് വിത്ത് സ്പിരിറ്റ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവ പൈതലിനോടുമുള്ള ഒരു കൽപ്പനയാണ്. എന്ത് ചെയ്യണം? ദൈവാത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുക. ബട്ട് ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഇതൊരു ഡെയിലി കമാൻഡാണ്. ആമേൻ. അതായത് ഈ ബി ഫിൽഡ് എന്ന് പറയുന്ന അതിൻ്റെ ഒറിജിനൽ അർത്ഥമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂവലി ഫിൽഡ്, ആമേൻ, ആമേൻ, അല്ലെങ്കിൽ കൺട്രോൾഡ്, ഇൻഫ്ലുവൻസ്ഡ്. അതായത് കണ്ടിന്യൂവലി എന്ത് ചെയ്യണം? ഫില്ലായിക്കൊണ്ടിരിക്കണം, ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിക്കൊണ്ടിരിക്കണം. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ എല്ലാ ദിവസവും നിറഞ്ഞ് ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി മാറണം. അതായത് ആമേൻ, ഒരു എണ്ണ ഒഴിച്ച് കത്തുന്ന വിളക്ക്, ആ വിളക്ക് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് അതിനകത്ത് ഓയിൽ നിറച്ചുകൊണ്ടിരിക്കണം, എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അത് കരിന്തിരി കത്തിപ്പോകും. അതുപോലെ ആകാതിരിക്കാൻ എപ്പോഴും എന്ത് ചെയ്യും? എണ്ണ നിറച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ആ വിശ്വാസി നിരന്തരമായി ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ചെങ്കിൽ മാത്രമേ എഫക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ദൈവസഭ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. അപ്പം ഇന്നലത്തെ നിറവ് കൊണ്ട് ഇന്നത്തെ ആമേൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ആത്മാവിൽ നിറഞ്ഞു. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്. എന്തുണ്ടാകും? ദുർനടപ്പുണ്ടാകും. അതായത് ജഡത്തിൽ ജീവിപ്പാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ആത്മാവിൽ ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ ദൈവിക പദ്ധതികളിലേക്ക് നമുക്ക് കയറുവാൻ കഴിയും. ഹല്ലേലൂയ. വീഞ്ഞു കുടിക്കുന്ന ഒരു വ്യക്തി ആ വീഞ്ഞു കുടിച്ച് മത്തനായി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാര രീതി മാറും, വോക്കിംഗ് സ്റ്റൈല് മാറും, തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഇതുപോലാണ് ആത്മാവിൽ ഒരു മനുഷ്യൻ നിറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ വാക്കുകൾ ജീവനെ ക്യാരി ചെയ്യുന്ന ലൈഫ് ഗീവിങ് വേർഡ്സ് ആയിരിക്കും വരുന്നത്. ആമേൻ. ആ നടത്തത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ആമേൻ. എല്ലാ തീരുമാനങ്ങളും ദൈവികമായ തീരുമാനങ്ങളായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം എന്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ജഡമാണോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ഔട്ട്കമ്മിലൂടെ, നമ്മുടെ തീരുമാനങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷന് വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ അകത്ത് ഭയങ്കര സന്തോഷമായിരിക്കും, ആരാധന ഉയരുവാൻ തുടങ്ങും, നന്ദിയുള്ളവരായി തീരുവാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യണം? ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണമെങ്കിൽ ശ്രദ്ധിച്ചേക്ക്, നമ്മുടെ ഉള്ളിൽ വലിയ ആഗ്രഹമുണ്ടാകണം. എനിക്ക് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. പരിശുദ്ധാത്മാവെ മാന്യത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം കർത്താവിനായി കാംക്ഷിക്കുന്നു. യേശു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ ദാഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. എനിക്ക് ആത്മാവിൽ നിറയണമെന്നുള്ള ഭയങ്കരമായ ഒരു ഡിസയർ ഉണ്ടാകണം. താങ്ക് യു ലോർഡ്, താങ്ക് യു. ഒന്ന് അത്. 2, ആ ഡിസയർ വെച്ച് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. ആമേൻ. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദൈവ പൈതലിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ആത്മാവിനെ അതിൻ്റെ പ്രാർത്ഥിക്കുകയും, പരിശുദ്ധാത്മാവെ അങ്ങനെ നിറയണമേ പിതാവേ, ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനായിട്ട് ആമേൻ പ്രാർത്ഥിക്കുന്നു, എന്നെ ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് 2-ാമത്തെ കാര്യം. 3, തന്ന നിറവിനായിട്ട് നമ്മൾ സ്തോത്രം പറയണം.
ആമേൻ. ഹല്ലേലൂയ. 4, അതിനെ നമ്മൾ സൂക്ഷിക്കണം. എങ്ങനെയാണ് സൂക്ഷിക്കണം? നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയണം. ദൈവവചനം കൊണ്ട് നമ്മുടെ ഉള്ളിനെ നിറയ്ക്കണം. നമ്മുടെ വാക്കുകൾ ദൈവവചന പ്രകാരമുള്ളതായിരിക്കും. തിന്മയായതും അശുദ്ധമായതും ആമേൻ ദൈവഹിതമല്ലാത്തതുമായി നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ആമേൻ ആത്മാവിൻ്റെ നിറവ് ആമേൻ നമ്മൾ സൂക്ഷിക്കാൻ, നമ്മുടെ പാത്രത്തെ നമ്മൾ സൂക്ഷിക്കണം. ആമേൻ ആഗ്രഹമുണ്ട് വിശുദ്ധമുള്ള പാത്രമായി തീരണം. തെറ്റായ വർത്തമാനങ്ങൾ, പൊട്ടച്ചുല്ലുകളെ, കളിവാക്കുകളെ ആമേൻ ദൈവിക ചിന്തകൾക്ക് അല്ലെങ്കിൽ ദൈവിക പദ്ധതികൾക്ക് വിരോധമായി നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഇടപെടുന്നത്, അങ്ങനെയുള്ള കൂട്ടായ്മകൾ കൂടുന്നത്, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ എന്ത് പറ്റും? ആത്മാവിൻ്റെ നിറവിനെ ബാധിക്കും. എന്നാൽ എപ്പോഴും സങ്കീർത്തനങ്ങളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ആമേൻ കർത്താവിന് പാടിയും സ്തോത്രം ചെയ്തും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നുവെങ്കിൽ ആത്മാവിൽ ഇങ്ങനെ നിറഞ്ഞ് ജീവിക്കുവാൻ കഴിയും. കൺസിസ്റ്റൻ്റ് ഇടയ്ക്കിടയ്ക്ക് വണ്ടിയുടെ ടാങ്ക് ഫില്ലാക്കുന്നത് പോലെ മൊബൈലിൻ്റെ ബാറ്ററി നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവേ അങ്ങയാൽ ഞാൻ നിറയട്ടെ, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി, അങ്ങനിൽ വസിക്കുന്നതിനായിട്ട് നന്ദി എന്നൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളൊന്ന് ജീവിച്ചു നോക്കി സാധാരണമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയും. ആമേൻ. അനുഗ്രഹത്തിൻ്റെ ആ പൂർണ്ണത അനുഭവിക്കുവാൻ കഴിയും. ആ വലിയ നിറവിൽ മുന്നേറുവാൻ കഴിയും. കർത്താവ് എന്നെ നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത്ഭുതമായി ജീവിപ്പാൻ, അസാധാരണമായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും സാധാരണമായ ആത്മപകർച്ച ഉണ്ടാകണം. പുതുബലത്താൽ പുതുകൃപയാൽ തൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് സ്വന്തം എപ്പോഴും ഒരു വിളക്കിനകത്ത് എപ്പോഴും എണ്ണ ഒഴിച്ച് നിറച്ചു വെച്ചിരിക്കുന്നത് പോലെ എപ്പോഴും നിറഞ്ഞിരിക്കുവാൻ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി എന്ന് പറഞ്ഞ് കർത്താവെ എന്നെ എപ്പോഴും നിറയ്ക്കണം. പരിശുദ്ധാത്മാവെ അങ്ങനിലൂടെ ഒഴുകണം. അങ്ങയാൽ ഞാൻ നിറയട്ടെ, അങ്ങയാൽ ഞാൻ നിറയട്ടെ, അങ്ങയാൽ ഞാൻ നിയന്ത്രിക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിയന്ത്രിക്കപ്പെടട്ടെ. കരം ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കർമ്മയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.